അധ്യായം 100 സൂറത്തുൽ ആദിയാത്ത് ഓടുന്നവ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 11. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വൽ ആദിയാതി ദബ്ഹാ. കിതച്ച് ശീഘ്രഗതിയിൽ ഓടുന്നവ തന്നെയാണ് സത്യം. ഫൽ മൂരിയാതി ഖദ്ഹാ. അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീ പറപ്പിക്കുന്നവ. ഫൽ മുഗീറാതി സുബ്ഹാ. അങ്ങനെ പ്രഭാതത്തിൽ ചെന്ന് ആക്രമണം നടത്തുന്നവ. ഫഅസർന ബിഹി നഖആ. എന്നിട്ട് അതിൽ അഥവാ പ്രഭാതത്തിൽ അവ പൊടിപടലം ഇളക്കിവിട്ടു. ഫവസഖന ബിഹി ജംആ. എന്നിട്ട് അതിൽ അഥവാ പ്രഭാതത്തിൽ അവ ശത്രുസംഘത്തിനു നടുവിൽ പ്രവേശിച്ചു. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഒത്തിണങ്ങിയ മുന്തിയ തരം കുതിരകളെക്കൊണ്ട് സത്യം ചെയ്തു പറയുന്നു എന്ന് സാരം. അതിശീഘ്രം കിതച്ചുപാഞ്ഞുകൊണ്ട് ഓട്ടത്തിന്റെ ഊക്കും വേഗതയും നിമിത്തം കാലുകൾ കല്ലിൽ ഉരസി തീപ്പറപ്പിച്ചുകൊണ്ട് ശത്രുക്കൾ എഴുന്നേറ്റ് പുറത്തു വരും മുമ്പായി പ്രഭാതവേളയിൽ തന്നെ അവരുടെ താവളത്തിലെത്തി ആക്രമണം നടത്തിക്കൊണ്ട് അന്തരീക്ഷം പൊടിപടലത്താൽ മൂടുമാറ് ജാഗ്രതയിൽ ശത്രുമധ്യേ കടന്നുചെന്ന് പട നടത്തുന്നവ എന്നിങ്ങനെയാണ് കുതിരകളുടെ ഗുണങ്ങളായി അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. യന്ത്രീകൃത യുദ്ധസാമഗ്രികൾ പ്രചാരത്തിൽ വരുന്നതുവരെ യുദ്ധരംഗങ്ങളിൽ കുതിരയ്ക്ക് വമ്പിച്ച സ്ഥാനമാണുണ്ടായിരുന്നത്. ധർമ്മസമരങ്ങൾക്ക് കുതിരകളെ സജ്ജമാക്കുന്നതിനും കുതിരപ്പയറ്റുകൾ പരിശീലിപ്പിക്കുന്നതിനും ഇസ്ലാമിൽ വളരെ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾക്കു വേണ്ടി നിങ്ങൾ കഴിയും പ്രകാരം ശക്തിയും കെട്ടിപ്പോഷിപ്പിച്ച കുതിരകളെയും നിങ്ങൾ തയ്യാറാക്കി വെക്കണമെന്നും അതുമൂലം അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾക്ക് ഭീതിപ്പെടുത്താമെന്നും സൂറത്തു അൻഫാൽ 60 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് സ്മരണീയമാകുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവന്റെ വാഗ്ദാനത്തെ സത്യമാക്കിക്കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കുതിരയെ വല്ലവരും മുടക്കിവെച്ചാൽ അതിന് വയറു നിറക്കുന്നതും ദാഹം തീർക്കുന്നതും അതു കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതുമെല്ലാം തന്നെ ഖിയാമത്തു നാളിൽ അവരുടെ തുലാസിൽ ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അരുളി ചെയ്തിരിക്കുന്നു. ബുഖാരി. അഥവാ അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അതിന്റെ ചലനങ്ങൾക്കും അവർക്ക് പുണ്യം ലഭിക്കുമെന്നും അവയെല്ലാം അവരുടെ സൽക്കർമ്മങ്ങളായി ഗണിക്കപ്പെടുമെന്നും താൽപര്യം. ഉത്തമ ഗുണങ്ങളോട് കൂടിയ കുതിരകളെ തയ്യാറാക്കി വെക്കുവാനുള്ള പ്രോത്സാഹനവും കുതിരകളുടെ ഉത്തമ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നുള്ള സൂചനയും ഈ സത്യവാചകങ്ങളിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് പറയാം. മനുഷ്യന്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് ഈ സത്യം മുഖേന അള്ളാഹു എടുത്തു കാട്ടുന്നത്. അള്ളാഹു പറയുന്നു: